ഗർഭം എവിടെന്നെങ്കിലൊക്കെ ഉണ്ടാവും, എവിടെന്നെങ്കിലൊക്കെ കിട്ടും. അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല, സ്വന്തം ഭർത്താവിൽ നിന്ന് തന്നെ കിട്ടണം. അങ്ങനെയുള്ള പെണ്ണിന് അള്ളാഹു കൊടുക്കുന്ന സവാബ് പകലിൽ നോമ്പെടുത്തതിന്റെ പ്രതിഫലമാണ്. തീർന്നില്ല മോളെ, തീർന്നില്ല പെങ്ങളെ. 9.5 മാസക്കാലത്തോളം രാത്രി നിന്ന് നമസ്കരിച്ചതിന്റെ പ്രതിഫലം ഈ സ്ത്രീകൾക്ക് അള്ളാഹു നൽകുമെന്ന് ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ. രാത്രി നിന്ന് നിസ്കരിച്ചിട്ട് പടച്ചോനെ, നമ്മളൊക്കെ നല്ല ഉറങ്ങുമ്പോ ഓള് നിസ്കരിച്ചിട്ട് കൂലി കിട്ടാൻ 9.5 മാസം ഗർഭിണിക്ക്. കാരണം അത്രയ്ക്ക് ത്യാഗമാണ്. നമ്മൾ നല്ല കിടന്നുറങ്ങുമ്പോ ഓൾക്ക് ഉറക്കം വരുന്നില്ല, വേദന കുട്ടിയെ പരിഗണിക്കുന്നു, മെല്ലെ വലത്തോട്ട് കിടക്കുന്നു, ഇടത്തോട്ട് കിടക്കുന്നു. നമ്മളിടയ്ക്ക് ചോദിക്കും എന്ത് പറ്റി സുമയ്യാന്ന് ചോദിക്കും. ഇല്ലില്ല ഒന്നുമില്ല, നിങ്ങൾ ഉറങ്ങിക്കോ എന്നങ്ങനെ പറയും. അങ്ങനെ വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ കിടക്കുമ്പോൾ അവൾക്ക് അല്ലാഹു നൽകുന്ന സവാബ് രാത്രി നിന്ന് നമസ്കരിച്ചവളെ പോലെയാണ്. പടച്ചനെ, ചിലപ്പോ ജീവിതത്തിൽ ഫർള് പോലും നിസ്കരിക്കാത്ത പെണ്ണായിരിക്കും. എന്നാൽ ഇത് അള്ളാന്റെ ഒരു തീരുമാനമല്ലേ, ഇത് ഗർഭം ചുമക്കല്ലേ, ഒരു ഉമ്മ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തമാണത്. അപ്പൊ അള്ളാഹു തആല ഇവക്ക് കൂലി കൊടുക്കാണ്. ഇനി ഇവള് പ്രസവിച്ചാലോ അള്ളാഹു ഇവൾക്ക് നൽകുന്ന സവാബ് എന്താണ്? ഏതെങ്കിലും ഒരു പെണ്ണ് പ്രസവ വേദന എടുക്കുമ്പോ അറേബ്യൻ രാജ്യത്ത് വിലപിടിപ്പുള്ള അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു ഇവൾക്ക് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അറേബ്യ നാട്ടിൽ വിലപിടിപ്പുള്ള അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം എപ്പോഴാണ്? ഈ പ്രസവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദന ഉണ്ടല്ലോ, അല്ലാ 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 എന്നൊക്കെ വിളിക്കുന്ന വിളി. അങ്ങനെ എത്ര വിളിയാണോ ഇവള് വിളിച്ചത് അതിനനുസരിച്ച് അല്ലാഹു തആല ഏറ്റവും വില കൂടിയ അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം തീർന്നില്ല. 2 വർഷക്കാലത്തോളം ഈ പെണ്ണ് ഈ കുട്ടിക്ക് ഉമ്മ മുല കൊടുക്കണ്ടയോ? വൽ വാലിദാതു യുർളിഅന ഔലാദഹും ഹൗലൈനി കാമിലൈൻ. 2 വർഷം പരിപൂർണമായി ഈ ഉമ്മ മുല കൊടുക്കുന്നതിന്റെ പേരിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബികുല്ലി റളഅത്തിൻ ഇത്ഖു റഖബാ. ഓരോ തുള്ളി മുലപ്പാലിനും അല്ലാഹു തആല അവൾക്ക് എഴുതുന്ന പ്രതിഫലം ഓരോ അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലമാണ് കേട്ടോ. നാളെ ആഖിറത്തിലെത്തുമ്പോ അവളുടെ മേൽ ഒരു കുറ്റവും ഉണ്ടാവുകയില്ല. ഫൈദാ ഫതമത്, അവൾ മുലകുടി അവസാനിപ്പിച്ചാൽ നാദാ മുനാദിൻ മിനസ് സമാ, ആകാശലോകത്തിൽ നിന്നൊരാൾ വിളിച്ചു പറയുകയാണ്, ഒരു മലക്ക് വിളിച്ചു പറയുകയാണ്, അയ്യത്തുഹൽ മർഅതു, ഏ പെണ്ണേ, ഖദ് കഫൈതിൽ അമല വസ്തഅനിഫി അൽ അമല ഫീമാ ബഖിയ. അയ്യത്തുഹൽ മർഅതു, ഏ പെണ്ണേ, ഖദ് കഫൈതിൽ അമല ഫീമാ മളാ, കഴിഞ്ഞ ദിവസങ്ങൾ വരെ, കഴിഞ്ഞ വർഷങ്ങൾ വരെ, കഴിഞ്ഞ മാസങ്ങൾ വരെ നീ ചെയ്ത എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. ഇനി നിർത്തിക്കോ, പൂർണ്ണമായി അല്ലാഹു അത് അംഗീകരിച്ചിരിക്കുകയാണ്. ഇനി മുമ്പോട്ടുള്ള അടുത്ത ജീവിതമുണ്ടല്ലോ, വസ്തഅനിഫി അൽ അമല ഫീമാ ബഖിയ, ഇനിയുള്ള നിന്റെ ശിഷ്ട ജീവിതത്തിന് വേണ്ടി നീ അമൽ ചെയ്യണേ, അമൽ ചെയ്യണേ. ഇതുവരെയുള്ള നിന്റെ പാവങ്ങളെല്ലാം അല്ലാഹു മാഫ് ചെയ്തിരിക്കുകയാണ്. ഒരു പെണ്ണ് ഗർഭം ധരിച്ച് പ്രസവിച്ച് മുല കൊടുക്കുന്നതോടുകൂടി ഓക്കെ ആയി. അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾ പ്രസവിക്കുമ്പോ നല്ല ചന്താണ് കാണാൻ, സൗന്ദര്യം. എന്താണ് പാവം എല്ലാം പോയി, വേസ്റ്റൊക്കെ പോയില്ലോ. ഈ നമ്മൾ മരുന്ന് ഗുളിക കുടിക്കുമ്പോൾ മുള്ളി അടിക്കുമ്പോൾ നമ്മൾ ഈ മലത്തിലൂടെ മൂത്രത്തിലൂടെ ഒക്കെ ഈ വേസ്റ്റൊക്കെ, രോഗത്തിന്റെ വേസ്റ്റൊക്കെ ഒഴുകി പോകുന്ന പോലെ ഇവളുടെ പാവങ്ങളെല്ലാം അല്ലാഹു തആല നിഫാസിലൂടെ എല്ലാം തള്ളി പുറത്തേക്ക് പോയി, എല്ലാം വേസ്റ്റ് പോയി. 10-40 ദിവസം കിടന്നു, പിന്നെ മുലപ്പാലിലൂടെ എല്ലാം പോയി. അവള് നല്ല സുന്ദരിയായി മാറി, അവളുടെ മുഖത്ത് തന്നെ നല്ല ഐശ്വര്യാണ്, പാവം എല്ലാം മാറി കിട്ടി. ഇത്ര സവാബ് അവൾക്ക് അല്ലാഹു കൊടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒരാൾ ഹജ്ജ് ചെയ്താലുള്ള പ്രതിഫലം എന്താണ്? ഹജ്ജ് ചെയ്താലുള്ള പ്രതിഫലം, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെയാണ് അവന്റെ സവാബ്. ഉമ്മ പ്രസവിച്ചതുപോലെയുള്ള കൂലിയാ കിട്ടുക, ഉമ്മ പ്രസവിച്ചതുപോലെയുള്ള കൂലിയാ കിട്ടുക. അപ്പൊ ആ ഒരു സവാബ് ഈ പെണ്ണിന് അല്ലാഹു തആല നൽകുന്നുണ്ട്. അതുകൊണ്ട് ഗർഭിണി ആയിക്കോ, ഗർഭം നിർത്താൻ നിൽക്കണ്ട.
അതുകൊണ്ട് അല്ലാഹു തആല ചെയ്യുന്ന ഏറ്റവും വലിയ സവാബ് അവർക്കാണ്. 3 കാര്യം സ്ത്രീകളിൽ മാത്രം അവകാശപ്പെട്ടതാണ്. അതിലൊന്ന് ഹംല്, ഗർഭം ചുമക്കലാണ്. 2 വിലാദത്ത്, പ്രസവിക്കലാണ്. 3 ഇർളാഅ്, മുല കൊടുക്കലാണ്. ഇത് 3ഉം പെണ്ണിനെ കൊണ്ട് മാത്രമേ സാധ്യമാകൂ. ഈ കാലയളവിലെല്ലാം ഈ കുട്ടി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ ഉമ്മയോടെയാണ്, ഈ മാതൃത്വത്തോടാണ്. അതുകൊണ്ട് ആ ഉമ്മയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ബഹുമാനിക്കേണ്ടത്, സ്നേഹിക്കേണ്ടതെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ഈ കുട്ടികളുടെ മദ്രസ എന്ന് പറയുന്നത് ഉമ്മയുടെ മടിത്തട്ടാണ് കേട്ടോ. ഈ കുട്ടി വളർന്നു വരുന്നത്, ആദ്യ അക്ഷരം പഠിക്കുന്നത് ഉമ്മയുടെ നാവിൽ നിന്നാകണം. ആദ്യ അക്ഷരം പാരായണം ചെയ്യുന്നത് ഉമ്മയുടെ നാവിൽ നിന്നാകണം. അതിനുള്ള പ്രാക്ടീസ് ഈ ഉമ്മ നൽകേണ്ടത് അവൾ ഗർഭം ചുമക്കുന്ന സമയം മുതലാണ് കേട്ടോ. ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഒരു മകൻ ദുഷിച്ചു പോകാൻ കാരണം ഉമ്മയാണ് കേട്ടോ. ഒരു മകൻ രക്ഷപ്പെടാനുള്ള കാരണവും ഉമ്മയാണ് കേട്ടോ. നമുക്കറിയാം ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇതൊരു പ്രവാചകന്മാരായിരുന്നു. ബഹുമാനപ്പെട്ട പ്രവാചകന്മാരാണ്. ഈ ലോകത്തേക്ക് അള്ളാഹുവിന്റെ ദീനുമായി കടന്നു വന്ന പ്രവാചകന്മാരാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അവരെ ഉപമിച്ചുകൊണ്ട് അവരുടെ സംഭവങ്ങളെ കുറിച്ചും അവരുടെ ഭാര്യമാരെ കുറിച്ചും അല്ലാഹു പറയുകയാണ്. ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹ് വഇംറഅത ലൂത്ത് കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദുഖുലൻ നാർ മഅദ്ദാഖിലീൻ. നോഹ പ്രവാചകൻ എന്ന് ക്രൈസ്തവര് പറയുമ്പോ നൂഹ് നബി അലൈഹിസ്സലാം എന്ന് നമ്മൾ പറയുന്നില്ലേ? ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലമാണ് ഈ ഭൂമിയുടെ മുകളിൽ ദഅവത്ത് നടത്തിയത്. 950 വർഷക്കാലം ദീനിന്റെ പ്രബോധനം നടത്തിയിട്ട് വിരലിൽ എണ്ണാവുന്നവര് മാത്രമാണ് അള്ളാഹുവിലേക്ക് വഴിപ്പെട്ടത്. അള്ളാഹുവിനെ അനുസരണക്കേട് കാണിച്ച് തെറ്റിപ്പോയവരിൽ മഹാനായ നൂഹ് നബിയുടെ ഭാര്യയും പെട്ടു, നൂഹ് നബിയുടെ മകനും പെട്ടുപോയില്ലേ? പ്രവാചകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഈ ഹിദായത്ത് അല്ലാഹു നൽകുന്നത് വളരെ വളരെ ഗൗരവമായി ചിന്തിച്ചിട്ടാണ്, ഗൗരവമായി പഠിച്ചിട്ടാണ് ഈ ഹിദായത്ത് എന്ന് പറയുന്നത് അല്ലാഹു നമുക്ക് നൽകുന്നത് കേട്ടോ. പണം അല്ലാഹു ആർക്കും വാരിക്കോരി കൊടുക്കും, സമ്പത്ത് അല്ലാഹു ആർക്കും വാരിക്കോരി കൊടുക്കും, പ്രതാപം അല്ലാഹു ആർക്കും വാരിക്കോരി കൊടുക്കും, പ്രൗഢി അല്ലാഹു ആർക്കും വാരിക്കോരി കൊടുക്കും, അധികാരം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരെയും നോക്കാതെ ആർക്കും അല്ലാഹു വെച്ച് നീട്ടും. പക്ഷേ പരിശുദ്ധമായ ഈമാൻ, പരിശുദ്ധമായ ഇസ്ലാം, പവിത്രമേറിയ ഹിദായത്ത് അല്ലാഹു അങ്ങനെ ആർക്കും വലിച്ചു നീട്ടൂല കേട്ടോ. അല്ലാഹു കൂടുതൽ കൂടുതൽ ഗവേഷണം നടത്തി, കൂടുതൽ കൂടുതൽ പരിഗണിച്ച് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ് ആ ഹിദായത്ത് എന്ന് പറയുന്ന നിഅമത്ത് അല്ലാഹു നൽകുന്നത്. അതൊരു പ്രവാചകന്റെ കുടുംബമായിട്ട് കാര്യമില്ല കേട്ടോ, അതൊരു വലിയന്റെ കുടുംബമായിട്ട് കാര്യമില്ല, അതൊരു തങ്ങളുടെ കുടുംബമായതുകൊണ്ട് കാര്യമില്ല കേട്ടോ. അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിലാണ് അള്ളാഹു നമ്മളെ ഹിദായത്ത് നൽകി. ഇന്ന് ഈ ഇല്യാസ് പള്ളിയുടെ മുറ്റത്ത് ഒരുമിച്ച് കൂടാൻ, ഈ വഅദ് കേൾക്കാൻ ഒരു ഭാഗ്യം അള്ളാഹു നൽകിയെങ്കിൽ അൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറാ, തുടക്കത്തിലും ഒടുക്കത്തിലും അല്ലാഹ് നിനക്കാണ് അഖില സ്തുതി നിഖില സ്തുതി, സങ്കീർത്തനങ്ങൾ പ്രകീർത്തനങ്ങൾ അല്ലാഹ്. നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകി, നീ ഞങ്ങളുടെ വഴികാട്ടിയായിരുന്നു, നീ ഞങ്ങളെ സ്വർഗത്തിന്റെ പാതയിലേക്ക് നയിച്ചവനാണല്ലോ അല്ലാഹ്. അതുകൊണ്ട് നാദാ, നീ ഞങ്ങളുടെ ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും ആ വഴിയിലൂടെ നീ സഞ്ചരിപ്പിക്കണമേ നാദാ. അതുകൊണ്ട് തന്നെയല്ലേ രാവിലെ ഖുനൂത്തിൽ പോലും നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ
ഹദൈൻ. 5 നേര നമസ്കാരത്തിന്റെ ഫാത്തിഹയിലും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, അമ്പിയാക്കൾക്ക് നീ കാട്ടിയ വഴി, ഔലിയാക്കൾക്ക് നീ കാട്ടിയ വഴി, സച്ചരിതരായ സ്വഹാബത്തിന് സാലിഹീങ്ങൾക്ക് കാട്ടിയ വഴി, ശുഹദാക്കൾക്ക് കാട്ടിയ വഴിയിലൂടെ ഞങ്ങളെയും നീ കൊണ്ടെത്തിക്കണേ അല്ലാ. എപ്പോഴും നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആ വഴിയാണ്. സമ്പത്തല്ല കേട്ടോ, അധികാരമല്ല കേട്ടോ, ആയുസ്സല്ല കേട്ടോ, പ്രതാപമല്ല കേട്ടോ. അല്ലാഹുവിനോട് ചോദിക്കുന്നത് ഹിദായത്താണ്, ഹിദായത്താണ്, ഹിദായത്താണ്. ആ ഹിദായത്ത് അല്ലാഹു തആല എല്ലാവർക്കും വെച്ച് നീട്ടുകയില്ല കേട്ടോ. എന്നാൽ നിനക്ക് കോടീശ്വരനാകണോ, പണത്തിന്റെ ഉടമയാകണോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യാതൊരു സങ്കോചവും കൂടാതെ നിനക്കത് നൽകും. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദറി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? വേണ്ട ജിബ്രീലേ, വേണ്ട ജിബ്രീലേ, അമിതമായ സമ്പത്ത് വന്നു പോയാൽ എനിക്ക് എന്റെ റബ്ബിനെ സ്തുതിക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് ഒരു ദിവസം നീ മുഹമ്മദ് വയറ് നിറച്ചാൽ മറ്റൊരു ദിവസം പട്ടിണി കിടക്കാനാണ് ആഗ്രഹിക്കുന്നത്. അഫലാ അകൂന അബദൻ ശകൂറാ, ഒരു നന്ദിയുള്ള ദാസനാവണ്ടേ ജിബ്രീലേ, ഒരു നന്ദിയുള്ള ദാസനാവണ്ടേ ജിബ്രീലേ. അതിന് ദാരിദ്ര്യം ഇടയ്ക്കിടയ്ക്ക് നല്ലതാണ് ജിബ്രീലേ, പട്ടിണി ഇടയ്ക്കിടയ്ക്ക് നല്ലതാണ് ജിബ്രീലേ. അല്ലാഹു ഓർക്കാൻ പറ്റും. എപ്പോഴും പണം കയ്യിൽ നിറച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹയെ ഓർക്കൂല. അഹങ്കാരവും തിമിറും വാശിയും അഹംഭാവവും വർദ്ധിച്ചു പോകും. അതാണ് ഫറോവയ്ക്ക് സംഭവിച്ചത്, അതാണ് ഖാറൂനിന് സംഭവിച്ചത്, അതാണ് നമ്രൂദിന് സംഭവിച്ചത്, അതാണ് ഹാമാന് സംഭവിച്ചത്, അതാണ് ഉബയ്യ് ഇബ്നു ഖലഫിന് സംഭവിച്ചത്. അവരെല്ലാം ഈ ഭൂമിയുടെ മണ്ണിൽ ഇടിച്ച് താഴ്ത്തപ്പെട്ടവരായി മാറിയില്ലേ? ദാരിദ്ര്യത്തിന്റെ ചട്ടിയിൽ കിടന്നിട്ട് വെള്ളമൊഴിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന പരിശുദ്ധ പ്രവാചകന്മാർ മൂസ നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, ഇല്യാസ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഇവരെല്ലാം ഉന്നതങ്ങളിലേക്ക് വിരാജിച്ചില്ലേ? ഇവരൊക്കെ പ്രവാചകന്മാരായതുകൊണ്ട് അല്ലാഹു തആല ഇവർക്കെല്ലാം ഒരുപാട് പരീക്ഷണങ്ങൾ നൽകിയില്ലേ? ആ പരീക്ഷണത്തിൽ പതറാതെ പിടിച്ചു നിന്നതുകൊണ്ട് ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ അവർ വെള്ളി കിണർ പോലെ തിളങ്ങുകയാണ് കേട്ടോ. അവർ ലോകത്തിന്റെ നെറുകയിൽ അവർ വിരാജിക്കുകയാണ് കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് കാതങ്ങൾക്കപ്പുറത്ത് കിടക്കുന്ന ഒരു നൂഹ് നബിയെ കുറിച്ച്, ഒരു ഇദ്രീസ് നബിയെ കുറിച്ച്, ഒരു ഇല്യാസ് നബിയെ കുറിച്ച് ഈ ബേക്കലുള്ള നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ അവരൊക്കെ ലോകത്തിന്റെ ഉന്നതങ്ങളിലേക്ക് വിരാജിച്ചത് കൊണ്ടല്ലേ? പക്ഷേ ഒരു ഫറോവയുടെ ചർച്ചയുണ്ടോ, ഒരു ഖാറൂനിന്റെ ചർച്ചയുണ്ടോ, ഒരു ഹാമാന്റെ ചർച്ചയുണ്ടോ, ഒരു ഉബയ്യ് ഇബ്നു ഖലഫിന്റെ ചർച്ചയുണ്ടോ, ഒരു തുബത്തിന്റെ ചർച്ചയുണ്ടോ, ഒരു ശൈബത്തിന്റെ ചർച്ചയുണ്ടോ? ഉണ്ട്. പക്ഷേ അതെല്ലാം നല്ല നല്ല ചർച്ചയല്ല കേട്ടോ. അതെല്ലാം നികൃഷ്ടമായ, നീചമായ, നിന്ദ്യമായ ചർച്ചകളാണ്. ആ ചർച്ചയല്ല നമുക്ക് വേണ്ടത്, ആ ചർച്ചയല്ല നമുക്ക് വേണ്ടത്. അവരുടെ പേര് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ ശാപം ഇറങ്ങട്ടെടാ എന്നാണ് നാം പറയുന്നത്. പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോ അലൈഹിമുസ്സലാം, സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു, മഹാന്മാരായ സാലിഹീങ്ങളുടെ പേര് കേൾക്കുമ്പോ ഖദ്ദസല്ലാഹു അസ്റാറഹു. ഇതെല്ലാം പറയണമെങ്കിൽ അവർ ഈ ലോകത്ത് പണം വാരിക്കൂട്ടിയതിന്റെ പേരിലല്ല കേട്ടോ. അവർ അല്ലാഹുവിനെ അനുസരിച്ചതിന്റെ പേരിലാണ്, അല്ലാഹുവിനെ വഴിപ്പെട്ടതിന്റെ പേരിലാണ്. അതിന്റെ പേരിൽ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ ആ ത്യാഗത്തിന്റെ പേരിൽ പരിശുദ്ധമായ ദീൻ വലിച്ചെറിഞ്ഞിട്ട് ഓടിയില്ല കേട്ടോ. അവർ ഈമാനിൽ അടിയുറച്ചു നിൽക്കുകയാണ് ചെയ്തത്. തന്റെ ഭാര്യ ഈമാനെ തഴുകാതെ വന്നിട്ട് പോലും, തന്റെ സ്വന്തം ബീജത്തിൽ ജനിച്ച പൊന്നുമോൻ ഈമാനിനെ തഴുകാതെ വന്നിട്ട് പോലും മഹാനായ പ്രവാചകന്മാർ അല്ലാഹുവിന്റെ വഴിത്താരയിലൂടെയാണ് സഞ്ചരിച്ചത്. ബഹുമാനപ്പെട്ട ഖുർആൻ അതാണ് പറഞ്ഞത്, ലറബല്ലാഹു മസലൽ ലില്ലദീന കഫറു ഇംറഅതനു വഇംറഅതനു കാനതാ തഹത മിൻ ഇബാദിന സ്വാലിഹീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, ഒരു ഉദാഹരണം കേൾക്കണേ, ഒരു ഉദാഹരണം കേൾക്കണേ. ബഹുമാനപ്പെട്ട നൂഹ് നബിയുടെ ഭാര്യയുടെ ഉദാഹരണം, ബഹുമാനപ്പെട്ട ലൂത്ത് നബിയുടെ ഭാര്യയുടെ ഉദാഹരണം. കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹീൻ. സാലിഹീങ്ങൾ
സൃഷ്ടികളായ അള്ളാഹുവിന്റെ ദാസന്മാരുടെ കീഴിൽ ജീവിച്ചു വന്ന ഭാര്യമാരാണ്, പ്രവാചക പ്രഭുക്കളുടെ കീഴിൽ ജീവിച്ചു വന്ന ഭാര്യമാരാണ്. പക്ഷേ എന്തു പറ്റിപ്പോയി? ഫഖാനതാഹുമാ, ആ ഭർത്താവിനെ അവർ രണ്ടുപേരും വഞ്ചിച്ചു പോയി. ആ ഭർത്താവിനെ വഞ്ചിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ വഞ്ചിച്ചവരായി. അള്ളാഹുവിനെ വഞ്ചിച്ചതിന്റെ പേരിൽ ഇസ്ലാമിൽ നിന്നും ഈമാനിൽ നിന്നും അവർ പുറത്തുപോയി. വഖീല ദുഖുലന്നാർ മഅദ്ദാഖിലീൻ. അല്ലാഹു തആല ആ ഭാര്യമാരോട് പറയുകയുണ്ടായി, നിങ്ങളെ കാലത്തും നരകത്തിലാണ്, നരകത്തിലാണ്. അങ്ങനെ ഒരു പെണ്ണിന്റെ മോനാണ് നൂഹ് നബിയുടെ മകനായ കനാൻ എന്ന് പറയുന്നവൻ. അവൻ പിഴച്ചു പോകാൻ കാരണം ഉമ്മയാണ്, ഉമ്മയാണ്. ഞാൻ പറഞ്ഞതിന്റെ അവൻ പിഴയ്ക്കാൻ കാരണം ഉമ്മയാണ് കേട്ടോ. ഉമ്മ പിഴച്ചു, മോനും പിഴച്ചു. കാരണം ഉമ്മയുടെ തർബിയത്ത് പോയി, ഉമ്മയുടെ തർബിയത്ത് ശരിയായില്ല. ഉമ്മയുടെ തർബിയത്ത് ശരിയാകാതെ വന്നപ്പോൾ മകൻ പഠിച്ചു. ഉമ്മയുടെ തർബിയത്ത് ശരിയാകാതെ വന്നപ്പോൾ മകൾ ഒളിച്ചോടി. ഈ പെണ്ണുങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഉമ്മയാണ്. ഫോൺ വിളിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നത്, മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്, കറങ്ങാൻ പോകാനും അന്യ പുരുഷന്റെ കൂട്ടത്തിൽ വിടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ഉമ്മ. ഇനി ഉപ്പ എന്തെങ്കിലും തടസ്സം പറഞ്ഞാൽ ഉപ്പയെ പോയി ഭീഷണിപ്പെടുത്തും ഭാര്യ. നിങ്ങൾക്ക് വേറെ ജോലിയില്ല മനുഷ്യ, ഇതൊക്കെ വലിയ പിള്ളേരല്ലേ, അവർക്കൊക്കെ അങ്ങോട്ട് പോകണ്ടേ ഇങ്ങോട്ട് പോകണ്ടേ, നിങ്ങൾ ഇങ്ങളെ പോലെ വയസ്സന്മാരെ പോലെ എഴുതാൻ. ഇന്നത്തെ കാലത്ത് ന്യൂജിയുടെ കാലല്ലേ, ഓജിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഓജിയാ, ഇതൊക്കെ ന്യൂജിയല്ലേ. നമ്മളൊക്കെ ഓൾഡായി. ഇതിപ്പോ ന്യൂ 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 4G 3G 5G ഒന്നുമല്ല, OG ന്യൂജി. ഇപ്പൊ അങ്ങനെയാണ്, എല്ലാം പുതിയ സിസ്റ്റം ആക്കിയിരിക്കുകയാണ്. ഇപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ കാലഘട്ടം. ആണ് പെണ്ണാവും, പെണ്ണാണാവും. ആണിന്റെ സാധനം എടുത്ത് പെണ്ണിന് ഫിറ്റ് ചെയ്യും, പെണ്ണിന്റെ സാധനം എടുത്ത് ആണിന് ഫിറ്റ് ചെയ്യും. ഇപ്പൊ അങ്ങനത്തെ കാലാണ്. അതുകൊണ്ട് സൂക്ഷിച്ചോ, എല്ലാം പൂട്ടിട്ട് സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ അതൊന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എടുത്തോട്ട് അടിച്ച് മാറ്റിക്കൊണ്ട് പോകും. ഒന്ന് രാവിലെ എന്താ മൂത്രമൊഴിക്കാൻ നേരത്തെ സാധനം കാണൂല, എല്ലാം അടിച്ചു മാറ്റുന്ന കാലഘട്ടം. ടൈഗർ സമീർ ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്, ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. OG ന്യൂജ് അങ്ങനെയല്ലേ. ഇപ്പൊ അതല്ലേ പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് അല്ലേ? പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്ന കാലായില്ലേ? പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിച്ചില്ലേ? എന്താ ഇപ്പൊ ഇല്യാസിലെ മക്കളൊന്നും മിണ്ടാത്ത? ഇപ്പൊ ആ പെണ്ണുങ്ങളുടെ ചോദിച്ചിരുന്ന അവരിപ്പോ പറഞ്ഞത് അതേ അതേ പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, ലെസ്ബിയൻ ആ കാലല്ലേ. ആണിനെ കല്യാണം കഴിക്കുന്നു, ഗേ അങ്ങനത്തെ കാലാണിത്. വഴിതെറ്റുന്ന യുവത്വം അങ്ങനത്തെ കാലം. പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, ആണിനെ കല്യാണം കഴിക്കുന്നു. ഇസ്ലാമിന് വിരുദ്ധമായ ശൈലിയാണ്. കഅബയുടെ ഭൂമുഖത്ത് നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ കഅബയുടെ വളയം പിടിച്ചിട്ട് പറഞ്ഞു, ഒരു കാലം വരുമത്രേ ആണിനെ കല്യാണം കഴിക്കുന്ന കാലം വരുമത്രേ, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്ന കാലം വരാതെ ലാ തഖൂമുസ്സാ, ലോകം അസ്തമിക്കുകയേ ഇല്ല സഹാബ. 1400 വർഷങ്ങൾക്ക് മുമ്പ് കഅബയുടെ ഭൂമുഖത്ത് നിന്നുകൊണ്ട് ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ ഈ കാലത്തെ കുറിച്ചായിരിക്കും ഒന്ന് പറഞ്ഞത്. ആണിനെ കല്യാണം കഴിക്കും, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കൂല എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഈ കാലമായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെയൊക്കെ മക്കളെയൊക്കെ പെട്ടെന്ന് അർഹതപ്പെട്ടവർക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്തോളി. ആലുവയിൽ 3 മക്കളുള്ള ഒരു പെണ്ണ് മറ്റൊരു പെണ്ണുമായിട്ട് ഒളിച്ചോടി. 3 മക്കളുള്ള പെണ്ണ് ആണുമായിട്ടല്ല ഒളിച്ചോടിയത്, പെണ്ണുമായിട്ട് ഒളിച്ചോടിയിട്ട് എന്നെ വിളിച്ചു പറയുന്നു, ഉസ്താദേ ഒന്ന് ദുആ ചെയ്യണം, ഞങ്ങളുടെ ഉമ്മ ഒളിച്ചോടി പോയി. ദുആ ചെയ്താ മടങ്ങി വരുന്ന കേസായിരുന്നെങ്കിൽ എത്രയോ കേസ് മടങ്ങി വരാനുണ്ട്. ഇതൊക്കെ പോയത് തന്നെയാണ്, ഇതൊന്നും മടങ്ങി വരാനുള്ളതല്ല. എന്താണ് എന്റെ സ്ത്രീത്വം, ഞാൻ എന്റെ ശരീരം അല്ലെങ്കിൽ എന്റെ ഈമാൻ, എന്താണ് ഇസ്ലാം, ഇതൊന്ന് പഠിക്കണത്. ഇതൊന്നും അറിയില്ല. ഇന്നത്തെ കാലത്തെങ്ങാണോ അബൂജഹൽ ജീവിച്ചിരുന്നെങ്കിൽ പറയുമായിരുന്നു, മുഹമ്മദേ നിന്റെ മതത്തെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് അബൂജഹൽ എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത്? കള്ളുകുടി ഹറാം, വ്യഭിചാരം ഹറാം, പെണ്ണ് പിടിക്കൽ ഹറാം, പരസ്യമായിട്ട് പെണ്ണിനെ ചുംബിക്കൽ ഹറാം, രഹസ്യമായിട്ട് ചുംബിക്കൽ ഹറാം. ഇതൊക്കെ ഹറാമെന്ന് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടതാണ് ഈ അബൂജഹലിനും ഉത്തുബത്തിനും ശൈബത്തിനും ഒന്നും പിടിക്കാതെ വന്നു പോയത്. നീ കള്ളനാണെന്ന് വാദിച്ചത്. ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ മുസൽമാൻ ഇതെല്ലാം ഹലാലായിട്ട് വാദിക്കുകയാണ്. എവിടെ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടാലും അവിടെ നമ്മുടെ ഒരു കാക്ക സുന്നത്തിന് കൂട്ടത്തിലുണ്ടായിരിക്കും. ബർക്കത്തിന് കൂടെ ഓർമ്മയിരിക്കട്ടെ,
10 പേരിൽ ഒരു കാക്ക ഉറപ്പായിട്ട് അതിനകത്തുണ്ടായിരിക്കും. ഏത് കേസ് പിടിച്ചാലും ബർക്കത്തിന് ഒരെണ്ണം നമ്മുടെ സാധനം അതിനകത്തുണ്ട്. ഏത് കേസിലായാലും അല്ലേ? എവിടെയാണ് പാളിച്ച പറ്റിപ്പോയത്? ഉമ്മ നിങ്ങളെ പോലെ ഒരു ഉമ്മയായിരുന്നില്ലേ മഹദിയായ ഹാജറ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വല്ല പരിചയമുണ്ടോ? ഉംറയ്ക്ക് വേണ്ടി നിങ്ങൾ പോകുമ്പോ സഫാ മർവയിലൂടെ ഓടാറില്ലേ? ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما إن الصفا والمروة من شعائر الله. അള്ളാന്റെ ദൃഷ്ടാന്തമല്ലേ സഫായ് കുന്നും മർവ കുന്നും, ഈ 2 മലകളും അള്ളാന്റെ ദൃഷ്ടാന്തമല്ലേ? മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പൊന്നു കുരുന്നിനെ കയ്യിൽ കിടക്കുകയാണ്. ആ മരുഭൂമിയുടെ മടിത്തട്ടിൽ ജലരഹിതമായ ആ മരുഭൂമിയുടെ മടിത്തട്ടിൽ ഇതാ ഉപേക്ഷിച്ചിട്ട് വെള്ളത്തിന് വേണ്ടി ആ മഹദി അവറുകൾ ഓടുകയാണ് കേട്ടോ. സഫാ കുന്നിൽ നിൽക്കുകയാ. അവിടെ പരതുന്നു വെള്ളമില്ല. മർവയുടെ കുന്നിലേക്ക് ഓടുകയാണ്. വെള്ളമില്ല. 7 പ്രാവശ്യത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയില്ലേ. ആ ത്യാഗത്തിന്റെ പേരിൽ ആർക്ക് വേണ്ടിയാണ് ആ ത്യാഗം സഹിച്ചത്? എന്റെ കുരുന്നിന് വേണ്ടിയാണ്, എന്റെ പൊന്നോമനയ്ക്ക് വേണ്ടിയാണ്, എന്റെ പൊന്നു പൈതലിന് വേണ്ടിയാണ്, എന്റെ കിടാവിന് വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് ഒരു ഉമ്മ നെട്ടോട്ടം ഓടിയത്. ആ ഓട്ടം അല്ലാഹു സ്വീകരിച്ചില്ലേ? അവിടെ സംസം അല്ലാഹു ലോകത്തിന് സമ്മാനിച്ചില്ലേ? ഇന്ന് സഹോദരിമാർ സഫാ മർവയിലൂടെ ഓടുമ്പോൾ, സഫാ മർവയിലൂടെ സഅയ് ചെയ്യുമ്പോ ആ ഹാജറ ഓടിയത് കൊണ്ട് കാസർഗോട്ടുകാരി പെണ്ണുങ്ങളെ നിങ്ങൾ ഓടേണ്ടതില്ല കേട്ടോ. എന്നാൽ കാസർഗോട്ടുകാരി ഇച്ഛാമാരെ നമ്മൾ ഓടിയേ മതിയാവൂ. കാരണം നമ്മുടെ ഉപ്പ അന്ന് ഓടിയിട്ടില്ല. അന്ന് ഓടിയത് ഉമ്മയാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ ഉമ്മമാര് പെങ്ങന്മാര് ഓടേണ്ടതില്ല കേട്ടോ. ഓടാത്ത ഉപ്പാക്ക് വേണ്ടി നമ്മൾ ആ പച്ച ലൈറ്റ് കാണുന്ന ഭാഗത്ത് വേഗത്തിൽ ഓടണ്ടേ. ഉംറയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അല്ലേ അറിയാം ഓടണോ വേണ്ട എന്നുള്ള കാര്യം. സഫാ മർവയ്ക്കിടയിൽ ഓടുമ്പോ നമ്മൾ ഓടണം. ആണുങ്ങൾ പെണ്ണുങ്ങൾ ഓടണ്ട. ആ മകനെ വളർത്തിക്കൊണ്ടുവന്ന ഉമ്മ നല്ല തർബിയത്തോടെ വളർത്തിക്കൊണ്ടുവന്നു. ആദ്യം സാറാ ബീവിയെ കല്യാണം കഴിച്ചു. രണ്ടാമത് ഹാജറ ബീവി മക്കളില്ല. അപ്പൊ രണ്ടാമതൊരു പെണ്ണിനെ കെട്ടാൻ വേണ്ടി സാറാ ബീവിയുടെ സപ്പോർട്ടോടുകൂടി കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ഹാജറ ബീവിക്ക് മക്കളായി, സന്തോഷിച്ചു ആദ്യത്തെ ഭാര്യ. അപ്പൊ അല്ലാഹു തആല എന്ത് ചെയ്തു? അവക്കും കൊടുത്തു മക്കളെ. അതാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ നമ്മ ഒരു പെണ്ണ് കെട്ടിയെന്നും പറഞ്ഞിട്ട് വിഷമിക്കണ്ട. മറ്റേ നമ്മുടെ ഭാര്യ ആദ്യ ഭാര്യ സപ്പോർട്ട് ചെയ്താല് അവക്ക് ഇനിയും ബർക്കത്തുണ്ടാവും. ഇത് ഇച്ചാമാരുടെ ചിരി ഓടി അങ്ങോട്ട് പോയാൽ മതി. സാറാ ബീവിക്ക് മക്കളില്ലാത്തതുകൊണ്ട് ഹാജറയെ കല്യാണം കഴിച്ചു. ഹാജറ ബീവിക്ക് അല്ലാഹു മക്കളെ കൊടുത്തു, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു തആല അതുകൊണ്ട് ആ സന്തോഷത്തിൽ പങ്കാളിയായതിന്റെ പേരിൽ സാറാക്കും അല്ലാഹു തആല കുഞ്ഞിനെ കൊടുത്തു. ആ കുട്ടിയുടെ പേരാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ ഈ കുട്ടിയെ നല്ല നില വളർത്തിക്കൊണ്ടുവന്നു. ആര്? ഉമ്മ ഹാജർ. കുട്ടി ഇങ്ങനെ മെല്ലെ മെല്ലെ വളർന്ന് ഒരു 10 വയസ്സായി. മകനെ ഉപ്പ പോയി പറയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. കുട്ടി ഇങ്ങനെ മെല്ലെ വർഷങ്ങളായിട്ട് കുട്ടിയില്ലാതെ ഇരുന്നിരുന്ന് അല്ലാഹു തആല ഒരു കുട്ടിയെ കൊടുത്താണ്. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ മെല്ലെ വളർന്ന് ഒരു 10 വയസ്സ് 12 വയസ്സ് ആ ഒരു കോലത്തിലേക്ക് ഇങ്ങനെ എത്തി. അപ്പോഴത്തേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നം കാണുന്ന ഈ കുട്ടി അറക്കണമെന്ന്. അല്ലാഹ് പടച്ചോനെ 10 വയസ്സായിട്ട് 80 വർഷമായിട്ട് കുട്ടിയില്ലാതെ എനിക്ക് നീ തന്നതല്ലേ, ഇതിനെ ഇനി അറക്കണോ നിന്റെ തീരുമാനമാണല്ലോ. നിന്റെ തീരുമാനമാണല്ലോ. അതിന് ഇനി എനിക്കതിൽ യാതൊരു അപ്പീലും ഇല്ല. ഞാൻ റെഡിയാണ്. പക്ഷെ എന്റെ കുഞ്ഞിനോട് ഞാൻ എങ്ങനെ പറയും? എന്റെ കുട്ടിയുടെ അനുവാദം വേണമല്ലോ.
ശരി, ഞാൻ എന്റെ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് സ്വപ്നം കണ്ടിരിക്കുന്നു, ഞാൻ പ്രവാചകനാണ് എന്ന് എന്റെ കുട്ടിയോട് ഞാൻ പോയി പറയാം. എന്റെ കുട്ടിയുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഉപ്പ നേരെ പോവുകയാണ് കുട്ടിയുടെ അടുക്കലേക്ക്. കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. പൊന്നുമകനെ, ഇന്നി അറാ ഫിൽ മനാം അന്നീ അൽബഹുക ഫൻദുർ മാദാ തറാ. മകനെ, നിന്റെ ഉപ്പ നിന്നെ അറുക്കുന്നതായി സ്വപ്നം കണ്ടിരിക്കുകയാണ്. ഫൻദുർ മാദാ തറാ. എന്താണ് പൊന്നുമകനെ നിന്റെ അഭിപ്രായം ഒന്ന് പറയണേ. നമ്മളെങ്ങാണ്ട് നമ്മുടെ കുട്ടിയെ കുറിച്ചൊരു മോശം സ്വപ്നം കണ്ട നമ്മൾ മിണ്ടോ? മിണ്ടൂല. ഇത് ഉപ്പ സ്വപ്നം കണ്ട്, പ്രവാചകന്മാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാണ്. കുട്ടിയെ അറുത്ത് അള്ളാഹ്ക്ക് കൊടുക്കണമെന്ന് ഇതാ സ്വപ്നം കാണുന്നു. ഉടനെ കുട്ടിയോട് ചോദിക്കണല്ലോ. അപ്പൊ കുട്ടി അടുത്ത് ചോദിച്ചു, മോനെ, ഉപ്പ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നു, നിന്നെ അറുക്കണമെന്ന്, എന്താണ് അഭിപ്രായം പറയും? മോൻ വിളിച്ചു വിളിയെന്നറിയാം. എന്റെ പൊന്നുപ്പാ വാപ്പിച്ചി. സ്നേഹത്തോടെയുള്ള വിളി, സ്നേഹത്തോടെയുള്ള വിളി, യാബീന്നല്ല. ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ്സാബിരീൻ. ഉപ്പ, അള്ളാന്റെ തീരുമാനം പോലെ പ്രവർത്തിക്കണേ ഉപ്പാ. ഇൻഷാ അല്ലാഹ് ഞാൻ ക്ഷമയോടെ കിടന്നു തരാം. ഈ ക്ഷമ പഠിപ്പിച്ചത് ഉമ്മയാണ്. അള്ളാഹ്ക്ക് വേണ്ടി അറുക്കണം എന്നുള്ള തീരുമാനം വന്നാൽ അതിൽ ക്ഷമിക്കണമെന്ന് ആ തർബിയത്ത് കൊടുത്തു വളർത്തിയത് ഉമ്മയാണ്. എന്നാലോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും അനുയായികളും ആ വെള്ളത്തിൽ കപ്പലിൽ കയറുകയാണ്. ഭയങ്കരമായ സുനാമി തിരമാലകളെ അതിജീവിച്ചുകൊണ്ട് നൂഹ് നബിയുടെ കപ്പൽ ഇതാ മുന്നോട്ട് ഗമിക്കുകയാണ്. നോക്കുമ്പോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ആ ആഴത്തിന് മുങ്ങി താഴുകയാണ്. യാ ബുനയ്യ ഇർകബ് മഅനാ വലാ തകും മഅൽ കാഫിരീൻ. ഇവിടെയും ഒരു പാക്ക് വല്ലാത്ത വിഷമമാ. തന്റെ മകൻ ഇതാ പിഴച്ചു പോകുകയാണ്. തന്റെ മകൻ ഇതാ വെള്ളത്തിൽ മുങ്ങി താണു പോവുകയാണ്. അല്ലാഹുവേ, ഈ കാണുന്ന തിരമാലകളുടെ ഗർത്തത്തിലേക്ക് എന്റെ മകൻ ഇതാ താഴ്ന്നു പോവുകയാണ്. അവൻ ചത്തുപോവുകയാണ്. പൊന്നുമകന്റെ അരികിലേക്ക് കപ്പൽ മെല്ലെ അടുപ്പിച്ചിട്ട് ആ പൊന്നുമകനോട് ഉപ്പ പറയുകയാണ്, യാ ബുനയ്യ, പൊന്നുമോനെ, ഇർകബ് മഅനാ വലാ തകും മഅൽ കാഫിരീൻ. ഉപ്പയോടൊപ്പം കയറൂ മകനെ, ഉപ്പയോടൊപ്പം കയറൂ മകനെ. നീ നിഷേധികളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുതേ. എത്രയോ പ്രാവശ്യം ആവർത്തിച്ചിട്ട് ഉപ്പ വിളിച്ചിട്ട് ഉപ്പയുടെ വാക്ക് സ്വീകരിക്കാൻ ഈ കുട്ടി തയ്യാറാകുന്നില്ല. അതിനുള്ള കാരണം ഉമ്മയാണ്. ആ ഉമ്മ ഈ കുട്ടിയെ പിഴപ്പിച്ചു പോയില്ലേ? ആ ഉമ്മ നരകത്തിലാണ്. ആ വഴിയിലൂടെയാണ് ഈ കുട്ടിയെയും ആ ഉമ്മ സഞ്ചരിപ്പിച്ചത്. ഖാല യാ ബുനയ്യ ഇർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകല്ലേ പൊന്നുമോനെ, നീ ഉപ്പാന്റെ കൂടെ കയറി വരണേ സ്വർഗത്തിലേക്ക്. മകൻ മറുപടി പറയാണ്, ഖാല സആവി ഇലാ ജബൽ യഅസിമുനി മിനൽ മാ. ഉപ്പ എന്ന് പോലും മറുപടി വിളിച്ചില്ല കേട്ടോ. കാല അവൻ പറഞ്ഞു എന്നാണ്. എന്നാലോ ഇസ്മായിൽ നബി പറഞ്ഞത്, യാ അബത്തി ഇഫ്അൽ മാ തുഅ്മർ. എന്റെ പൊന്നുപ്പാ, അല്ലാഹുവിന്റെ തീരുമാനം പോലെ പ്രവർത്തിക്കൂ ഉപ്പാ എന്ന് മഹാനായ ഇസ്മായിൽ നബി പറയുമ്പോ നൂഹ് നബിയുടെ മകൻ കനാൻ പറഞ്ഞത് കാല സാധാരണഗതിയിൽ പറയുകയാണ്, നിങ്ങൾ പോയിക്കോ ഉപ്പാ. സആവി ഇലാ
ജബലി യാസിമുനി മിനൽ മാ. ഈ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഏതെങ്കിലും മണൽപുറ്റിൽ കയറി പിടിച്ചിട്ട് ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാം, എന്നാലും ഉപ്പാന്റെ കൂടെ ഞാൻ വരില്ല കേട്ടോ.